ജോസൂട്ടി ഒരു കർഷകൻ ആയിരുന്നു. അവിവാഹിതനായ ജോസൂട്ടി തന്റെ മക്കളെ സ്നേഹിക്കുന്നതിലേറെ മരങ്ങളെ സ്നേഹിച്ചു. പെട്ടെന്നാണ് ജോസൂട്ടി ആ കാഴ്ച കണ്ടത്. വഴിയിൽ ഒരു ജാതി മരം വീണു കിടക്കുന്നു. ജോസൂട്ടി ഒട്ടും അമാന്തിച്ചില്ല. ആ മരം പൊക്കാൻ ശ്രമിച്ചു. നടക്കുന്നില്ല. പിന്നെയും പിന്നെയും പൊക്കാൻ ശ്രമിച്ചു. നടക്കുന്നില്ല. ജോസൂട്ടി അപ്പോൾ വഴിയെ പോയ മദാമ്മമാരെ സഹായത്തിന് വിളിച്ചു. മദാമ്മേ, പ്ലീസ് ഹെൽപ്പ് പൊക്ക് ദിസ് മരം. ജോസൂട്ടി, it's hot. It's not happening. What, madam? അവസാനം പറമ്പിൽ പണിക്ക് പോയ ഗടാഗടിയന്മാരെ സഹായത്തിന് വിളിച്ചു. അവർ അവരുടെ സ്ഥിരം പണി തുടങ്ങി. അവസാനം ദേഷ്യം വന്ന ജോസൂട്ടി മരത്തെ ഒറ്റയ്ക്ക് പിടിച്ചു പൊക്കി. അത്ഭുതമെന്ന് പറയട്ടെ, മരം നേരെ നിന്നു. ഇത് കണ്ട പറമ്പിൽ പണിയെടുക്കുന്ന ഗടാഗടിയന്മാർ നോക്കുകൂലി മേടിച്ചു. പോക്കറ്റ് പോലും ഇല്ലാത്ത ജോസൂട്ടിയുടെ പോക്കറ്റ് വരെ കീറിയിട്ടാണ് ഗടാഗടിയന്മാർ പോയത്. ജോസൂട്ടി ദൈവത്തോടെ പ്രാർത്ഥിച്ചു, നിങ്ങൾ എനിക്ക് ആയുസ്സും ആരോഗ്യവും തരൂ. ഞാൻ മരങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം. കാരണം മരം ഒരു വരമാണ്. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ തെങ്ങിൽ നിന്നും വീണ തേങ്ങ ജോസൂട്ടി മോങ്ങാതെ ഇരുന്ന് തിന്നു. അപ്പോഴാണ് ജോസൂട്ടി മറ്റൊരു കാഴ്ച കണ്ടത്. ടിമ്പർ മുതലാളി എസ്തപ്പാനും മരം വെട്ടുകാരൻ മത്തായിച്ചനും കൂടെ വരുന്നു. ഒരു ഹോബിയാക്കിയ, അതിലുപരി ജോലിയാക്കിയ എസ്തപ്പാനും മത്തായിച്ചനും മരങ്ങളുടെ ശത്രു തന്നെ. മരങ്ങൾ മുറിച്ച് ഫർണിച്ചർ പണിയുന്നത് തെറ്റല്ലേ? അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണം. അവർ തമ്മിൽ ഒന്നും രണ്ടും പറയാൻ തുടങ്ങി. 1 2 1 2 1 2. സംസാരം മൂത്ത് വാക്കേറ്റം അടിയിൽ കലാശിച്ചു. ജോസൂട്ടി ഉള്ള തല്ലെല്ലാം വാരിക്കൂട്ടിയെങ്കിലും ജോസൂട്ടിയുടെ മരത്തിനോടുള്ള സ്നേഹം കണ്ട് മനസ്സലിഞ്ഞ എസ്തപ്പാനും മത്തായിച്ചനും വീട്ടിലേക്ക് മടങ്ങി. തനിക്ക് തല്ല് കിട്ടിയാലും മരത്തെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷത്തിൽ മരത്തെ കെട്ടിപ്പിടിച്ച് ജോസൂട്ടി. അപ്പോഴാണ് കോളനിയിലെ പ്രസിഡന്റും സെക്രട്ടറിയുമായ 2 സൊസൈറ്റി ലേഡീസ് വന്നത്. റോഡ് വികസനത്തിനായി മരം മുറിക്കേണ്ടി വരും എന്ന് പറയുന്നത് കേട്ട് ജോസൂട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു. അയ്യോ എന്റെ മരം, അയ്യോ എന്റെ മരം. കാരണം മരം ഒരു വരമാണ്. ജോസൂട്ടിയെ കൊണ്ട് തോറ്റ് അവരും വീട്ടിലേക്ക് മടങ്ങി. ജോസൂട്ടി പിന്നെ ഒന്നും ആലോചിച്ചില്ല. മരം തഴച്ചു വളരാൻ ആറ്റംബോസ് ഒക്ടോബർ 12 ഇട്ട് കൊടുത്തു. മരം തഴച്ചു വളർന്നു. ഇത് കണ്ട ജോസൂട്ടിക്ക് സന്തോഷം വന്നു. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ നാട്ടുകാരും ഒപ്പം കൂടി. സന്തോഷത്താൽ ജോസൂട്ടി തന്റെ മാസ്റ്റർ പീസായ ഡാൻസ് കളിക്കാൻ തുടങ്ങി. പ്രകൃതി അതിന്റെ തനി ഗുണം കാണിക്കാൻ തുടങ്ങി. മഴയും കാറ്റും ഇടിയും വന്നു. അതോടൊപ്പം കോളും വന്നു. കോൾ എടുത്ത് ജോസൂട്ടി പറഞ്ഞു, ഇവിടെ നല്ല കാറ്റും മഴയുമാ, പിന്നെ എങ്ങാനും വിളിക്കും. കോൾ കട്ടായി. ജോസൂട്ടി ദൈവത്തോട് പറഞ്ഞു, മരം ഒരു വരമാണ്, മരത്തെ ഒന്നും ചെയ്യില്ലേ.
അപ്പോഴാണ് ജോസൂട്ടിയുടെ ബാല്യകാല സുഹൃത്ത് കുഞ്ഞുമേരി അതുവഴി പോയത്. ജോസൂട്ടി കുഞ്ഞുമേരിയോട് പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെട്ടു. അവർ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. കാറ്റും മരയും ഇതൊന്നും ചെവിക്കൊണ്ടില്ല. ജോസൂട്ടിയുടെ മരം ആടി ഉലഞ്ഞു. കാറ്റും കോളും കൂടി അവസാനം സംഭവിക്കേണ്ടത് സംഭവിച്ചു. മരം വീണു. സങ്കടത്തിൽ പൊട്ടിക്കരഞ്ഞ് എല്ലാരും അവിടെ കിടന്നുറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ അവരെല്ലാം ആ മനോഹരമായ കാഴ്ച കണ്ടു. വീണ മരത്തിന് ചുറ്റും കുഞ്ഞു തൈകൾ. അത് ഓരോരുത്തരും എടുത്തതിന് ശേഷം അവർ ഒന്നിച്ചു പറഞ്ഞു, മരം ഒരു വരമാണ്.